പീഡനക്കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. മണ്ണാർക്കാട് SC/ST കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. ബലാത്സംഗം, SC/ST പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ടും കൗൺസിലർ ഇൻവോൾവഡ് ആയിട്ടുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ജാമ്യാപേക്ഷയിൽ ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് സ്പെഷ്യൽ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. അവരുടെ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും സെക്ഷൻ 64 ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. കേസിലെ FIR എന്നുള്ള നിലയ്ക്ക് 64(2), അതുപോലെ തന്നെ 64(2)M, 2B, 332 ഒക്കെ BNS പുതിയ നിയമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും അലജ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കോടതിയുടെ പ്രധാനപ്പെട്ട ഫൈൻഡിങ് എന്ന് പറയുന്നത് സെക്ഷൻ 69 എന്ന BNS-ലെ വകുപ്പാണ് പ്രധാനമായിട്ടും ഈ കേസിൽ നിൽക്കുക എന്ന ഫൈൻഡിങ്ങിലേക്കാണ് എത്തിയിട്ടുള്ളത്. 69 പറയുന്നത് ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന കണ്ടന്റാണ് പ്രധാനമായിട്ടും ഈ കേസിൽ ഇൻവോൾവ് ആയിട്ട് ഉള്ളത് എന്നും അതാണ് സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളൊരു ഫൈൻഡിങ്ങിലേക്കാണ് കോടതി എത്തിയിട്ടുള്ളത്. ഈ വകുപ്പിന് BNS 69 എന്ന് പറയുന്ന വകുപ്പിന് 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും ആണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിജീവിത ഇന്നലെ കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു. പീഡനം സംബന്ധിച്ച് യുവതി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തായാലും കുറച്ച് ദിവസങ്ങളായി പ്രക്ഷോഭ് ഒളിവിൽ തുടരുന്നു. ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യമാണ്. പോലീസ് ഉടൻ അറസ്റ്റിലേക്ക് കടക്കുമോ? ഇയാൾ എവിടെയുണ്ടെന്ന സൂചനയുണ്ടോ? ഈ ബലാത്സംഗ കുറ്റം വന്ന ശേഷം, ആ പരാതി വന്ന ശേഷം ഒരു 3 ആഴ്ചത്തോളമായി പ്രക്ഷോഭ് ഒളിവിൽ തന്നെയാണുള്ളത്. ഇതുവരെയും പ്രക്ഷോഭിനെ പിടികൂടാനായിട്ട് പറ്റിയിട്ടില്ല. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ആ സമയത്ത് തന്നെ പാലക്കാട് DYSP പ്രക്ഷോഭിന്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു.